Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായം 10-ാം തിരുവചനം. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 6 വേഴ്സ് 10. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതായത് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ സംസാരം, ആ വ്യക്തിയുടെ സാന്നിധ്യം, അത് അന്തരീക്ഷത്തിൽ വലിയ ചലനമുണ്ടാക്കും. അതിനോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. നമുക്കെല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ ഒന്ന് കരങ്ങൾ കൂപ്പിക്കേ, കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ ജീവിത നിയോഗം അതെന്താണോ അതിപ്പോൾ പരിശുദ്ധ അൾത്താരയിലേക്ക് സമർപ്പിക്കുക. നീ ആയിരിക്കുന്നിടങ്ങളിൽ നീ വിഷമിക്കുന്ന, ഉത്തരമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളും പരിശുദ്ധാത്മാവെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ, നിന്റെ ചൈതന്യം എന്നിൽ നിറയട്ടെ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും ആശയങ്ങളോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിഷയത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 6:10. അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾക്ക് ഭാരം ഉൾപ്പെടുത്തുന്ന വ്യക്തികളെയും സംഭവങ്ങളെയും എല്ലാ ജീവിതാനുഭവങ്ങളെയും കർത്താവെ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ അനുഭവപ്പെടാൻ, ശക്തമായിട്ട് വെളിപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച മരവിച്ച എല്ലാ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാ രൂപപ്പെടുത്തട്ടെ. ശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് എന്റെ മേൽ വെളിപ്പെടണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, നാവ് തുറന്ന് സ്തുതിക്കുന്നു, ഹൃദയം തുറന്ന് സ്തുതിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കൈയടിച്ചേ സന്തോഷത്തോടെ. ആത്മാവേ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രവർത്തിക്കണമേ. ചേർന്ന് ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. ആമേൻ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ഒന്ന് പാടാമോ? ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ആമേൻ. ജീവനോതുക, ജീവദായക, ജീവൻ ജീവനാളമാ ആമേൻ എരിഞ്ഞു തീരുവാ. ചേർന്ന് പാടിക്കേ. ജീവൻ ജീവനോതുക, സംഭവിക്കട്ടെ കർത്താവേ. ജീവദായക, ഓരോ വ്യക്തിയിലും സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കപ്പെടട്ടെ. വ്യക്തികളെ ഭാരപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഓർത്തോർത്തുള്ള ദുഃഖത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ജീവിതത്തിലെ ഏത് ഭാരപ്പെട്ട വിഷയത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ചേർന്ന് കൈയടിച്ചേ. കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ. ആമേൻ. ഹല്ലേലൂയ ഗീതം പാടാനൊരുക്കിടണേ. നമ്മുടെ പ്രാർത്ഥനയാണ്. കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ. ഓ കർത്താവേ, സംഭവിക്കട്ടെ. കല്ലായുള്ള, ചേർന്ന് പഠിക്കേ. കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിടണേ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഗീതം പാടാനൊരുക്കിടണേ. മനസ്സ് മരവിച്ച, കല്ലുപോയുള്ള അനേകം അനുഭവങ്ങളുള്ളവരുണ്ട്. അവരെയൊക്കെ കർത്താവ് ഒന്ന് ഉരുക്കി വാർക്കട്ടെ. ആമേൻ. ജീവനോതുക, ആമേൻ.
ജീവദായക ഓ കർത്താവെ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. തീരുവാ യെസ്, ജീവനുതുക ആമേൻ. ജീവദായക ഓരോ വ്യക്തിയുടെ മേലും ജീവനാളം ഓരോ കുടുംബത്തിലും എരിഞ്ഞു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. നിന്റെ കുടുംബത്തിലേക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് മാതാപിതാക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന, ജീവിത വഴികളിൽ വല്ലാണ്ട് സങ്കടപ്പെടുന്ന എല്ലാ മാതാപിതാക്കളും മക്കളുടെ മേൽ അത്ഭുത പ്രവൃത്തി ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടാൻ ആഗ്രഹിക്കട്ടെ. ഓ കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ എതിർ ചിന്തകളും എടുത്തു മാറ്റപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ ഇടപെടണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, കല്ലായുള്ള നമ്മുടെയൊക്കെ പലരുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഇതാ അതിശക്തമായ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം വിശ്വസിച്ചോണം, അപ്പസ്തോല പ്രവർത്തനം 6:10, അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഒരു സമലത്ത് പ്രവർത്തിക്കുമ്പോൾ, ഒരു കുടുംബത്തിൽ, ഒരു വ്യക്തി ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ ആ കൈകളൊക്കെ കൂപ്പിക്കൊണ്ടെന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ അടുത്തുള്ളവർ, പ്രത്യേകിച്ച് മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരെ വിളിച്ചോണേ. ആ മക്കളെ അടുത്തോട്ടൊന്ന് വിളിച്ചേ, എന്നിട്ട് അവരെ ഒന്ന് പ്രത്യേകം ഒന്ന് അനുഗ്രഹിച്ചൊരു സ്തുതി കൊടുത്തേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് മക്കളിലേക്ക് വലിയ ഒരു അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവ് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നൊരു ശുശ്രൂഷയാണ്. ഇത് നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ അനുഭവമാണ്. കാരണം സാമുവേലിൻ്റെ പ്രവചന പുസ്തകം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് സാമുവേലിൻ്റെ 2-ാം പ്രവചന പുസ്തകം, അതിൻ്റെ 7-ാം അധ്യായം 29-ാം തിരുവചനം വളരെ ശക്തമായ ദൈവിക ദൂത് നമുക്കെല്ലാവർക്കും സമ്മാനിക്കുകയാണ്. ബുക്ക് ഓഫ് സാമുവേൽ, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 7 വേഴ്സ് 29, 29-ാം തിരുവചനം. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. കണ്ടോ, സാമുവേലിൻ്റെ പ്രവചന പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ കൃത്യമായൊരു വാഗ്ദാനമാണ്, ഒരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്. ഇതാ വചനം പറയാണ്, അടിയൻ്റെ കുടുംബം അങ്ങയുടെ അനുഗ്രഹത്താൽ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ദൈവമേ നിന്റെ അനുഗ്രഹത്താൽ എൻ്റെ കുടുംബം എന്നും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വലിയ അനുഗ്രഹമുണ്ടാകും. ഈ ശുശ്രൂഷ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക സന്ദേശമാണ്. ഈ കാലഘട്ടത്തിൽ മക്കളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കളുണ്ട്. ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്ന അനേകർ മാതാപിതാക്കളാണ്. മക്കൾക്കൊരുപക്ഷെ ഈ ശുശ്രൂഷയോടൊന്നും വലിയ താല്പര്യമില്ല, അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം, ഇത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വചനം പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനം. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. മാതാപിതാക്കളെ, മക്കളിൽ കോപം ഉളവാക്കരുത്. ഇത് പറയുമ്പോൾ മക്കളെ വഴക്കു പറയരുത്, ശിക്ഷിക്കരുത് എന്നല്ല. മക്കളെ പ്രകോപിപ്പിക്കരുത്, കോപം ഉളവാക്കരുത്. ഞാനിത് പറയുമ്പോൾ കൃത്യമായ ഒരു കുടുംബത്തെ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മയിൽ കൊണ്ടുവരാം. ഒരു കുടുംബം, മകൻ എൻജിനീയറിങ് പഠിക്കാൻ പോയി, മിടുക്കനാണ്.
ഇവൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി 1-ാം വർഷം കൊണ്ട് അവൻ പഠനം നിർത്തി, അവൻ തിരിച്ചു പോന്നു. ഇപ്പം അവൻ വീട്ടിലിരിപ്പാണ്. അപ്പോൾ അവനെ പിടിച്ചു വലിച്ച് ധ്യാന കേന്ദ്രത്തിൽ അപ്പനും അമ്മയും കൊണ്ടുവന്നു. അപ്പം എൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അപ്പൻ ഇവനെക്കുറിച്ച് കംപ്ലൈൻറ്റ്, പരാതി മുഴുവൻ പറയുകയാണ്. അച്ഛാ, ഇവനെ എന്ത് ചെയ്യണം? ഇവന് വേണ്ടി ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് അഡ്മിഷൻ വാങ്ങിയത്, ഇവന് വേണ്ടി ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ഇവൻ ഇതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ, ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവൻ ശരിയല്ല, ഇവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല. അപ്പൻ എൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ കോടതി മുറിയിൽ പ്രതിയെ നിർത്തിക്കൊണ്ട് വക്കീലൊക്കെ പറയുന്നത് പോലെ ശക്തമായ കാര്യങ്ങളാണ്. അപ്പൻ ഒരു വശത്തുനിന്ന് പറയുമ്പോൾ അമ്മ ആ കാര്യങ്ങൾക്കെല്ലാം അതെ അതെ എന്ന് പറഞ്ഞ് അടിവരയിടുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്പം മറന്നുപോകുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുത്ത് അപ്പനെ കൂടുതൽ ശകാരിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇതാണ് രംഗം. അപ്പം ഞാൻ ഈ ചെറുക്കനെ നോക്കി. എഞ്ചിനീയറിംഗ് 1-ാം പഠനം നിർത്തി വന്നിരിക്കുന്ന ചെറുക്കനാണ്. കുറേ ദിവസങ്ങളെ വീട്ടിലിരിക്കുന്നു. ഇവൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ ശരീരത്തിലെ ചലനങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലായി ഇവൻ അസ്വസ്ഥനാണ്. ഞാൻ കാണുമ്പോൾ ഇവൻ്റെ 2 കൈകളും അവനിങ്ങനെ കൈ പിടിച്ചിങ്ങനെ തിരുമുന്നുണ്ട്. അതിനർത്ഥം എന്താണെന്നറിയോ? ഇവൻ അസ്വസ്ഥനാണെന്ന് മാത്രമല്ല, ഇവൻ്റെ കൈ പിടിച്ച് തിരുമുന്നത് ഇവൻ എന്തെങ്കിലും പ്രവർത്തിച്ചു പോകും. അങ്ങനെയാണ്. ഇവൻ തല കുനിച്ച് നിൽക്കുന്നു, ഇവൻ അസ്വസ്ഥനാണ്. കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചതയ്ക്കുന്നു, ഇവൻ അസ്വസ്ഥപ്പെടുന്നു. ഇവൻ്റെ ഈ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഒരു പക്ഷേ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പ്രഷർ കുക്കർ പോലെയാണ്. സൈൻ പലവട്ടം ഇങ്ങനെ മുഴങ്ങിക്കഴിഞ്ഞു, ഇവൻ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളൊരു ശാന്തമാവും, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക, ആ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇവരോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ ഈ ചെറുക്കനെ വിളിച്ച് ശാന്തമായിട്ട് കുറേ സമയം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ചോദിച്ചുടാ, നീ എന്തുകൊണ്ടാണ് ഈ കോളേജ് പഠനം നിർത്തിയത്? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് എൻജിനീയർ ആകാൻ ഒട്ടും ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും ഒക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ അപ്പൻ്റെ ദുരഭിമാനം അച്ഛാ, ദുരഭിമാനം. അപ്പൻ്റെ സഹോദരന്മാരുടെ മക്കളൊക്കെ എഞ്ചിനീയർമാരായി, എൻ്റെ മകനും എഞ്ചിനീയർ ആകണം. അച്ഛാ, എനിക്ക് എഞ്ചിനീയർ ആകാനുള്ള കഴിവില്ല അച്ഛാ, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള വേറെ പല വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും നമ്മുടെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിന് ചേരത്തില്ല, നീ എഞ്ചിനീയർ ആയേ പറ്റുള്ളൂ. അച്ഛാ, എന്നെ അങ്ങനെ കൊണ്ട് പിടിച്ചേൽപ്പിച്ചതാ, എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഞാൻ ഭ്രാന്തനായി പോകും. അങ്ങനെയാണ് ഞാൻ അത് നിർത്തി വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നിട്ടും അസ്വസ്ഥൻ. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, എടാ, നീ ഇത് തുറന്നു പറയാൻ പാടില്ലേ, അപ്പനോട് തുറന്നു പറഞ്ഞുകൂടെ? അപ്പം ഇവൻ പറഞ്ഞ കാര്യം, അച്ഛാ, ഞാൻ എൻ്റെ അപ്പനോട് തുറന്നു പറഞ്ഞാൽ അപ്പൻ എന്നോട് ദേഷ്യപ്പെടും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് പറയും, എടാ, നീ അപ്പനോട് തർക്കുത്തരം പറയുന്നു. ഇനി മിണ്ടാതിരുന്നാൽ എൻ്റെ അപ്പൻ എന്നോട് പറയും, നിൻ്റെ വായിൽ എന്നോട് പഴം പുഴുങ്ങി വെച്ചിരിക്കുവാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാനും മേല, മിണ്ടാതിരിക്കാനും മേല. ഇതാണ് എൻ്റെ അവസ്ഥ. എന്ന് മാത്രമല്ല അച്ഛാ, വീട്ടിലൊരു സ്വസ്ഥതയുമില്ല. എന്നോട് എൻ്റെ അപ്പൻ ഒരു ദിവസമെങ്കിലും എൻ്റെ അടുക്കൽ വന്ന് എന്നെ ഒന്ന് ചേർത്തിരുത്തണ്ടേ അച്ഛാ, എൻ്റെ അപ്പൻ എന്നെ ഒന്ന് ചേർത്തിരുത്തി എന്നോട്, എടാ, നിനക്കാരാവാനാണ് താല്പര്യം, ഇന്നുവരെ ചോദിച്ചിട്ടില്ല. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ താല്പര്യങ്ങളും ഒന്നും വിഷയമല്ല. എന്നെ അപ്പൻ്റെ സ്വപ്നത്തിനനുസരിച്ച് അപ്പൻ്റെ അനുജന്മാരുടെ മക്കൾ എഞ്ചിനീയർമാരായി അതുപോലെ എന്നെയും ആക്കണം. അച്ഛാ, ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ എന്നതാ ചെയ്യണ്ടേ? ഈ ചെറുക്കനിരുന്ന് വല്ലാണ്ട് വിഷമിച്ച് ഭാരപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ ജോലി സ്ഥലത്തുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരിൽ കോപം ഉളവാക്കരുത്, അവരെ പ്രകോപിപ്പിക്കരുത്. അപ്പം ചിലർ ചോദിക്കും, അച്ഛാ, അവനൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കണം. ആയിക്കോട്ടെ, പക്ഷേ അവരുടെ ഉള്ളിൽ മുറിവുകൾ ഏൽപ്പിക്കരുത്. മുറിവുകൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ തുടങ്ങും. നമുക്കറിയാവുന്ന കാര്യമല്ലേ. സങ്കീർത്തകനായ ദാവീദ് ഇതിനെക്കുറിച്ചൊരു കുഞ്ഞു വചനം എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ച് വായിച്ചോ. സങ്കീർത്തന പുസ്തകം 73-ാം അധ്യായം, അതിൻ്റെ 21 22 തിരുവചനം. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ, ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയുമായി. സങ്കീർത്തകനായ ദാവീദ് പറയുകയാണ്, കർത്താവേ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇപ്രകാരമുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതും ഒരു മാനസിക മുറിവാണ്.
അത് ആ വ്യക്തിയുടെ ജീവിതത്തെ അടിമുടി കാർന്നു തിന്നും. ആ വ്യക്തിയുടെ സ്വഭാവ ശൈലികളെ മാറ്റും. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ആരിലും കോപം ഉളവാക്കരുത്. നമ്മൾ മറ്റുള്ളവരുടെ ജീവിത വഴികളിൽ സൗഖ്യപ്പെടുത്താനുള്ളവരാണ്. ആരെയും നമ്മൾ മുറിവുകൾ കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം തല്ലിക്കെടുത്തരുത്. പ്രത്യേകിച്ച് മാതാപിതാക്കളെ, നിങ്ങൾ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നങ്ങളുള്ളത് നല്ലതാണ്. എന്നാൽ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നം എന്താണെന്ന് ദൈവത്തോട് ചോദിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ച് അല്ലേ, അങ്ങനെയല്ലേ, ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാവണം, അങ്ങനെയാവണം, ഇങ്ങനെയാണ് നല്ലത്. മക്കൾക്കുമില്ലേ സ്വപ്നങ്ങൾ? അവർ വളരുമ്പോൾ അവരോട് ചോദിക്കണം, എന്തൊക്കെയാണ്, ആരാവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം? അവരോട് ചോദിക്കുമ്പോൾ അത് വലിയൊരു അംഗീകാരമാണ്. അവരോട് ചേർന്നിരുത്തിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരെ ഒന്ന് തലോടുമ്പോൾ, അവരൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ വലിയൊരു സൗഖ്യമാണ് സംഭവിക്കുന്നത്. കുടുംബത്തെക്കുറിച്ച് അനേക നിർവചനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കുടുംബം ദേവാലയമാണ്, കുടുംബം വിദ്യാലയമാണ്, കുടുംബം ആതുരാലയമാണ്, കുടുംബം പണിശാലയാണ്, അല്ലേ? ഇതിൽ എനിക്കിഷ്ടമുള്ള ഒരു വലിയ നിർവചനമാണ് കുടുംബം ആതുരാലയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവേറ്റ അനേകർ സൗഖ്യപ്പെടാനുള്ള ഇടമാണ് കുടുംബം. നമ്മുടെ കുടുംബത്തിൽ അനേകർ മുറിവേറ്റിട്ടുണ്ട്, പലതരത്തിൽ പല രീതികളിൽ മുറിവേറ്റിട്ടുണ്ട്. ഈ മുറിവേറ്റവരെ സൗഖ്യപ്പെടേണ്ട ഇടമാണ് കുടുംബം. വീട്ടിൽ സൗഖ്യപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തി നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. ഈ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരും വിഷമിക്കാനല്ല, മറിച്ച് ഒന്ന് ചിന്തിക്കുക, എൻ്റെ മകനോട്, എൻ്റെ മകളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? കഴിഞ്ഞ നാളിലൊരു ഒരു ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ പറഞ്ഞത്, അച്ഛാ എൻ്റെ വീട് പോലീസ് സ്റ്റേഷനാണ് അച്ഛാ, പോലീസ് സ്റ്റേഷൻ. അമ്മ വനിതാ പോലീസ്, അപ്പൻ ഹെഡ് കോൺസ്റ്റബിളാണ്. തല്ലാനും കൊല്ലാനും ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. വീട്ടിൽ മിണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിൽ അച്ഛാ ഇത് പോലീസ് സ്റ്റേഷനാണ്, എപ്പോഴും ചോദ്യം ചെയ്യൽ മാത്രമേ ഉള്ളൂ, സ്നേഹപ്രകടനങ്ങളൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കാലം മാറുന്നു, ജീവിത രീതികൾ മാറുന്നു. തല്ലാനും കൊല്ലാനും മാത്രമുള്ളതൊന്നുമല്ല, മറിച്ച് കുടുംബങ്ങളെ സൗഹൃദങ്ങളിലൂടെ സൗഖ്യപ്പെടുത്തുന്നൊരിടമായി മാറണം. കുടുംബം ഒരു ആതുരാലയമാണ്. നമ്മുടെ വീട്ടിൽ ഒത്തിരി മുറിവേറ്റവരുണ്ടെന്ന്, അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മുടെ മനസ്സിന് സൗഖ്യം വേണം. ഈ ശുശ്രൂഷ സമയത്ത് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, ദൈവമേ, എൻ്റെ കുടുംബത്തിൽ മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താൻ തക്കവണ്ണം എനിക്കൊരു കൃപ വേണം. പൗലോസ്ലീഹ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മാതാപിതാക്കളോടും പറയുന്നു, മാതാപിതാക്കളെ, മക്കളിൽ കോപമുളവാക്കരുത്. അവരെ എന്ത് ചെയ്യണമെന്ന വചനം പഠിപ്പിക്കുന്നത്? കർത്താവിൻ്റെ സ്നേഹത്തിലും ശിക്ഷണത്തിലും വളർത്തുവിൻ. ദൈവസ്നേഹത്തിൽ വളർത്തണം. അവരുടെ മുറിവുകൾ സൗഖ്യപ്പെടട്ടെ. ഈ പരിശുദ്ധ അൽത്താരയിൽ ആരാധന സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. മക്കളെ സ്നേഹിക്കാൻ, അവരുടെ സ്വപ്നങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ ജീവിതത്തെ നമുക്ക് ചേർത്ത് തമ്പുരാൻ്റെ പക്കലേക്ക് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മക്കൾ വളരട്ടെ. മാതാപിതാക്കളെ, മക്കളിൽ കോപം ഉളവാക്കരുത്. പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടുകുത്താം. ഒരുമിച്ച് ആരാധനയുടെ ഗീതം പാടി പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതിയാരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ആരാധന കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. ഓ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്ന ദൈവമേ. സ്തോത്രം പാടി സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നവനെ, വ്യക്തി ജീവിതത്തിൽ അഭിഷേകം ചൊരിയുന്നവനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന.
പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ കുടുംബങ്ങളിൽ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. മാതാപിതാക്കന്മാരെ മക്കളിൽ കോപമുളവാക്കരുതെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരിൽ മുറിവുകൾ ഏൽപ്പിക്കരുത് എന്നാണ് അർത്ഥം. മുറിവുകളേറ്റ യേശു ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ക്ഷണിക്കുന്നത് എന്നെയും നിന്നെയുമാണ്. യേശു നമ്മളെ ക്ഷണിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മുറിവുകളും സുഖപ്പെടാനാണ്. ഈ പരിശുദ്ധ അൽത്താരയിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിയൊന്ന് പ്രാർത്ഥിച്ച്, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മുറിവുകളേറ്റവരുണ്ടോ? മക്കൾ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിൽ ആരെങ്കിലുമൊക്കെ വിഷമിച്ച് കഴിയുന്നുണ്ടോ? നമ്മൾ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും വ്യക്തികൾ ഭാരപ്പെട്ട് കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ ദേഷ്യം വന്നപ്പോൾ തമാശയ്ക്കും കളിയാക്കിയുമൊക്കെ പറഞ്ഞ ചില വാക്കുകൾ എത്രയോ വലിയ ഭാരമാണ് മറ്റുള്ളവരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ പ്രവൃത്തി, എൻ്റെ സംസാരം വഴി മറ്റുള്ളവർക്കുണ്ടായ എല്ലാ അപമാനങ്ങളും എല്ലാ മുറിവുകളും ഈ അൾത്താരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മറ്റുള്ളവരെ മനസ്സിലാക്കാതെ സംസാരിച്ച ഓരോ നിലപാടുകളും കർത്താവെ തെറ്റുപറ്റിപ്പോയി, ഞങ്ങളോട് പൊറുക്കണമേ. എൻ്റെ പ്രിയരെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കാൽവരിയിൽ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുവിൻ്റെ മുഖം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. ഇതാ കുരിശിൽ കിടക്കുന്നവൻ നിന്നെ സൗഖ്യപ്പെടുത്താൻ കടന്നു വരുന്നവനാണ്. അവൻ മുറിവേറ്റവനാണ്. അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ, യേശുവേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ സകല മുറിവുകളും എൻ്റെ കുടുംബത്തിലെ മുറിവുകളും ഈ അൾത്താരിൽ സമർപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, എന്നെ സൗഖ്യപ്പെടുത്തണമേ. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, മുറിവുകളേറ്റൊരൻ ദൈവമേ, യേശുവേ, മുറിവുകളാൽ സൗഖ്യമേകൂ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, യേശു മുറിവേറ്റവനാണ്, അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. വചനം വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ. മുറിവുകളേറ്റൊരൻ ദൈവമേ, ദൈവമേ, മുറിവുകളാൽ സൗഖ്യമേകൂ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മുറിവുകളേറ്റൊരൻ ദൈവമേ, ഓ ദൈവമേ, മുറിവുകളാൽ സൗഖ്യമേകൂ. സാധിക്കുമെങ്കിൽ 2 കരങ്ങളും കുരിശാകൃതിയിൽ ഒന്ന് വിരിച്ചു പിടിച്ച് നമ്മുടെ കുടുംബത്തില് വേദനിച്ച് ഒറ്റപ്പെട്ട് ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഈ കുർബാനയുടെ ആരാധനയുടെ സമയം അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടൽ, ദൈവീക സൗഖ്യം ആ വ്യക്തി സ്വീകരിക്കട്ടെ. ആഗ്രഹിക്കണം. യേശുവേ, യേശുവേ, ഈ പരിശുദ്ധ അൽത്താരയിലേക്ക് ഞങ്ങളിതാ ചേർത്ത് വെക്കുന്നു. മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്നവര്, മനസ്സിന്റെ ഭാരത്തിൽ കഴിയുന്ന ഓരോ വ്യക്തികളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, കരങ്ങൾ 2ഉം ഇങ്ങനെ കുരിശാകൃതിയിൽ വിരിച്ചു പിടിക്കുമ്പോൾ കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ച്, എന്താണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ? ആ കുടുംബത്തില് ഏതെങ്കിലും വ്യക്തികൾ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടോ? ഒരുപക്ഷെ പള്ളി പോവാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ, ദൈവവിചാരമില്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിനോട് പറഞ്ഞേ, യേശുവേ, ഈ വിഷയങ്ങളിൽ അങ്ങ് ഇടപെടണമേ. അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, കരങ്ങൾ കൂപ്പിക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ആശീർവാദം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും അത്ഭുതങ്ങളുടെ ഒരു ആശീർവാദമാണ്. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. മുറിവുകൾ ഉണക്കുന്നവൻ ഇന്നും എന്നും എൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്നു. വിശ്വസിച്ച് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ആരുമില്ലപ്പാ, നീ മാത്രമുള്ളൂ പിതാവേ.
ആരുമില്ലപ്പ, ആരുമില്ലപ്പ, നീ മാത്രമുള്ളൂ പിതാവേ. ആരുമില്ലപ്പ, ആരുമില്ലപ്പ, നീ മാത്രമുള്ളൂ പിതാവേ. ആരുമില്ലപ്പ, ആരുമില്ലപ്പ, നീ മാത്രം ഉള്ളൂ പിതാവേ.